പടച്ചോൻ സൃഷ്ടിച്ചൊരു ജീവിനെ അത് വൃത്തിയില്ലാത്തതാന്ന് പറയാന്ന് നിങ്ങൾ പടച്ചോനെ മോശമാക്കി പറയുന്നത് പോലെയല്ലേ. മുസ്ലിങ്ങൾക്ക് പൊതുവെ പന്നീനെ കാണുമ്പോൾ എന്തോ പോലെ തോന്നൂലേ, ഒരു വൃത്തിയില്ലാത്ത ജീവി, വളരെ മോശപ്പെട്ട ജീവി എന്നൊക്കെ പറഞ്ഞിട്ട് പന്നീനെ എങ്ങനെ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു സംഗതിനെ വൃത്തിയില്ലാത്ത ജീവി എന്ന് പറയുമ്പം ആരാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്? പടച്ചോൻ സൃഷ്ടിച്ചൊരു ജീവിനെ അത് വൃത്തിയില്ലാത്തതാന്ന് പറയാന്ന് നിങ്ങൾ പടച്ചോനെ മോശമാക്കി പറയുന്നത് പോലെയല്ലേ. അതിനെങ്ങനെയാണ് ഈ ലോകത്ത് ഉണ്ടാവേണ്ടതെന്ന് തീരുമാനിച്ചത് ആരാണ്? പടച്ചോൻ. ഈ വൃത്തിയില്ലായ്മയും കാര്യങ്ങളും അതിനെ കാണുമ്പോൾ എന്തോ ഒരു അറപ്പൊക്കെ തോന്നുന്ന കാരണം എന്താണെന്ന് അറിയാം, പന്നി മാംസം ഹറാമാക്കിയിട്ടുണ്ട് ഇസ്ലാമിൽ. അപ്പോഴേക്ക് എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കൂടി പന്നിനെ തന്നെ ഹറാമാക്കി. പന്നി ഹറാമല്ല, പന്നി മാംസം കഴിക്കണതാണ് ഹറാം. പന്നി വിശന്ന് വലഞ്ഞിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഭക്ഷണം കൊടുക്കണം. അത് വിശന്ന് വരുമ്പോൾ അതിന് ഭക്ഷണം കൊടുക്കണം. അത് പടച്ചോന്റെ ക്രിയേഷനിൽ ഒന്നാണ്. നിങ്ങളോട് ആകെ പറഞ്ഞിട്ടുള്ള എന്താ, നമ്മളോട് എന്താ പറഞ്ഞത്? പന്നിയുടെ മാംസം ഭക്ഷിക്കരുത്. പന്നിനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മൊത്തത്തിൽ ഒരു അറപ്പ് ഫീലായി. ഇതിന് അങ്ങനെ ഒരു അറപ്പിന്റെ കാര്യം? പടച്ചോൻ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളൊന്നും ഹറാമല്ല, കഴിക്കരുതെന്ന് പറഞ്ഞതാണ്. കഴിക്കണതാണ് ഹറാം, അത് വായിലൂടെ പോണതാണ് ഹറാം. മാറ്റണം ചിന്താഗതി. അപ്പൊ അത് കഴിക്കണ്ട. ആരോട് പറഞ്ഞത്? വിശ്വാസികളോട് കഴിക്കണ്ട. മറ്റൊരു കഴിച്ചോട്ടെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കണ ഭക്ഷണങ്ങളിലൊന്നാണ് പോർക്ക്. നമുക്കേ അത് വിലക്കിയിട്ടുള്ളൂ. വിശ്വാസമുള്ള ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ പോർക്ക് കഴിക്കരുത്. വിശ്വാസമുള്ള ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ മദ്യപിക്കരുത്. വിശ്വാസമുള്ള ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ മറ്റു ലഹരികൾ യൂസ് ചെയ്യരുത്. വിശ്വാസികളോട് പറഞ്ഞത് ഇത് ചെയ്യരുതെന്നാണ്. അത് ഹറാം, അത് ഹറാമാണ്, അത് ചെയ്യരുത്. മറ്റൊരു ചെയ്യണത് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണ്ട, ആകെ പ്രശ്നം. അത് വൃത്തിയില്ലാത്ത സാധനത്തിനെത്തുന്നതാണ്. അത് വിശ്വാസികൾ വിശ്വാസത്തിലേക്ക് ഒതുങ്ങി നിൽക്കുക. മറ്റുള്ളവർ കഴിക്കുന്നതിനെ കുറിച്ച് ആരും അഭിപ്രായം പറയാൻ വേണ്ട. അത് ഓർക്കത് അനുവദിച്ചതാണ്. ഓർക്കത് കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചോട്ടെ. ഓർക്ക് അനുവദിച്ചത് അവർ കഴിച്ചോട്ടെ. നമുക്ക് അനുവദിച്ചിട്ടില്ല. വിശ്വാസത്തിന്റെ പേരിലാണത്. ചെറുപ്പം മുതലേ ഇതിങ്ങനെ കേട്ട് അറിയാതെ ക്രിയേറ്റ് ചെയ്ത് വന്നതാണ്. ഉള്ളില് കാണുമ്പോൾ തന്നെ ഒരു അറപ്പ് മാറണത് അല്ലേ. പടച്ചോൻ സൃഷ്ടിച്ചതാണ്. പടച്ചോൻ സൃഷ്ടിച്ച ഒന്നിനെയും കുറവാക്കിയിട്ട് നമ്മൾ കാണേണ്ടതില്ല.